പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 2017 ആണ്ട് അവസാനിക്കാൻ പോകുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 2018 നാം സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ചരിത്ര നിമിഷങ്ങളാണിത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വർഷത്തിൻ്റെ അവസാന മണിക്കൂറുകൾ, പുതുവത്സരത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾക്ക് വേണ്ടി ലോകം മുഴുവൻ ഒരുങ്ങുകയും കാത്തിരിക്കുകയുമാണ്. ദൈവത്തിൻ്റെ പുതിയ അനുഗ്രഹത്തിൻ്റെ ഉറവകളും പുതിയ അനുഗ്രഹത്തിൻ്റെ പുതിയ പുതിയ വാതിലുകളും തുറക്കപ്പെടാനുള്ള പുതിയൊരു വർഷം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആകുലങ്ങളില്ലാതെ പുതിയ വർഷത്തിലേക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോഴും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയങ്ങളെയും കുടുംബങ്ങളെയും എങ്ങനെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് ഒരു കുടുംബത്തിന് അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് മേരിക്കുട്ടി. ഞാൻ കൂത്രപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ എൻ്റെ മുന്നത്തെ മാസം 8-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ തേങ്ങണായിൽ സ്വന്തമായിട്ടൊരു തടിമില്ല് നടത്തുവാണ്. മില്ലിൽ വെച്ച് ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. തലയിലേക്ക് തടി വീണു. അതോടുകൂടി പുള്ളി പുറകോട്ട് വീണു, ബോധം നഷ്ടപ്പെട്ടു, മരിച്ചു പോയെന്ന് എല്ലാവരും പറഞ്ഞതാണ്. ഞങ്ങൾ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ വന്നു. ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വൈക്കത്ത് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പം ഡോക്ടർ പറഞ്ഞു കോട്ടയം വരെ പോലും പുള്ളിയെ കൊണ്ടുപോകാൻ പറ്റുകയില്ല, ആ അവസ്ഥയാണെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് രാത്രി തന്നെ അവിടെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളോട് 1% പ്രതീക്ഷ ഞങ്ങൾക്ക് തന്നത്. പുള്ളിയുടെ തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി, ഞരമ്പുകളെല്ലാം ചതഞ്ഞു. തലയോട്ടി എടുത്തു മാറ്റി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുള്ളി സംസാരിക്കത്തില്ല,
വലതുവശത്ത് തളർച്ചയുണ്ടാകും, ഓർമ്മ നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞു ഡോക്ടർ ഇറങ്ങി വന്നിട്ടും ഞങ്ങൾക്കൊരു പ്രതീക്ഷയും തന്നില്ല. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ICU കിടക്കുമ്പം ഞാൻ യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകം കിടക്കയിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞു മക്കളെയൊക്കെ ഇങ്ങ് വരുത്താൻ പറഞ്ഞു. പിള്ളേരൊക്കെ ഓടി വന്നായിരുന്നു പുള്ളിയുടെ അടുത്ത്. മോൻ ഇവിടെ കയറി വന്നിട്ട് ICU കയറി വന്നിട്ട് ഈ യേശുനാമത്തിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ അവസാനമുള്ള ഈ പ്രാർത്ഥന 5 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ആ സമയം കൊണ്ട് ഇത് പ്രാർത്ഥിച്ചു. പുള്ളി ഇങ്ങനൊരു സ്വരം മാത്രമേ പുള്ളിക്ക് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പുള്ളി യേശുവേ സ്തോത്രം എന്ന് വിളിച്ചു പറഞ്ഞു. പിതാവേ, യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് സ്തുതിക്കാം. യേശുവേ, 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 യേശുവേ. അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പെട്ടെന്ന് പനിയും ന്യൂമോണിയായും അങ്ങ് കൂടി. ഞങ്ങളെന്നും കയറുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് പോരും. പുള്ളി അന്നേരം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞു മറിയുമേ എത്രയും തമ്മിലുള്ള മാതാവ് എവിടെ കിടന്നുകൊണ്ട് ചൊല്ലിയായിരുന്നു. 7 ദിവസം കഴിഞ്ഞ് ICU ഇറക്കി കഴിഞ്ഞപ്പോഴും പുള്ളിക്ക് വലതുവശം മൊത്തം തളർച്ചയായി, നടക്കത്തൊന്നുമില്ല, സംസാരിക്കാനായിട്ട് അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറയും, ഓർമ്മയൊന്നുമില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു 1 വർഷമൊക്കെ എടുക്കും ചിലപ്പം. എന്നിട്ടും പുള്ളി പൂർണ്ണമായിട്ടും ഞങ്ങളോടൊന്നും പറയുന്നില്ലായിരുന്നു. അന്നേരം പിന്നെ അസുഖമൊക്കെ കൂടിക്കഴിഞ്ഞപ്പം പുള്ളി ഓർമ്മയില്ലാതെ വന്നപ്പോഴത്തേന് മോനൊക്കെ 1 മാസം പുള്ളിയെ ശുശ്രൂഷിക്കാൻ കൂടെ നിന്നിട്ടും അത് മോനാണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് തലയോട്ടി 6 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഭയങ്കര നീരായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 30-ാം പൊക്കം ആശുപത്രി തലയോട്ടി അത്രയും കാലം വേറെ സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു, അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നീരൊക്കെ കുറഞ്ഞു, 6 മാസം എന്നുള്ളത് 2 മാസമായപ്പം തിരിച്ചു വെക്കാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ 2-ാം മാസം ഞങ്ങൾ 2ാമത്തെ ഓപ്പറേഷന് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു അസ്ഥി ചിലപ്പം ദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മെറ്റലിൻ്റെ അത് പറഞ്ഞാൽ മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. അതിന് പുള്ളി പറഞ്ഞു വേണ്ട, എനിക്ക് എൻ്റെ അസ്ഥി തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈശോയെ നിൻ്റെ തിരുരക്തത്തിൽ മുക്കി അതവിടെ വെച്ചേക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അതെല്ലാം അത് ഓപ്പറേഷൻ ചെയ്യാൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവന് യാതൊരു കേടുപാടുകളും സംഭവിച്ചില്ല. കൈ ഉയർത്തി ഒരു 7 തവണ യേശുവിനെ വിളിക്കാം. യേശുവേ, 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 യേശുവേ. എന്തൊരു അത്ഭുതം. 1 വർഷം കൊണ്ട് പോലും പുള്ളി നന്നായിട്ട് സംസാരിക്കത്തില്ല, നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇപ്പം മിനിയാന്നായിപ്പം 3 മാസമേ ആയുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു പതുക്കെ മില്ലിലോട്ടൊക്കെ പോയി തുടങ്ങിക്കോ, ജോലിയൊന്നും ചെയ്യണ്ട. മില്ലിൽ പോകാൻ തുടങ്ങി. മില്ലിൽ പോകാൻ തുടങ്ങി. 1 വർഷം കൊണ്ട് പോലും ശരിയാകും. 3 മാസം കൊണ്ട് ആൾ മില്ലിൽ പോവാ. വലതുവശത്തെ തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് ഞങ്ങൾ വലതുവശം തളർന്നപ്പോൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ച് ഈ പുസ്തകം വഴിയുള്ള ഒത്തിരി അനുഭവം വലതുവശം തളർച്ചയൊക്കെ മാറി നടക്കാനൊക്കെ തുടങ്ങി. കാലിങ്ങനെ വലിച്ചൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പം നല്ലതായിട്ട് നടക്കാൻ തുടങ്ങി. ഇപ്പം കൈ പൊക്കാൻ വേണ്ടി മാത്രം ഒരു ശകലം വേദന കൈക്ക് വലത് കൈ ഇപ്പൊ നന്നായിട്ട് ഓർമ്മയൊക്കെ പറയുന്നുണ്ട്. 33 ദിവസം ഭക്ഷണം 33 ദിവസം ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടന്നായിരുന്നു. 2-3 സ്പൂൺ വെള്ളമൊക്കെ കുടിച്ചോണ്ടാണ് ജീവിച്ചത് 33 ദിവസം. വലിയൊരു അത്ഭുതമല്ലേ ഈശോ ചെയ്തത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. തലയോട്ടി മാറ്റി വെച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വല്ല സഞ്ചി പോലെ അല്ല, തലയോട്ടി ഇല്ലാത്ത സമയത്തെ ഇവിടെ വല്ല ഇങ്ങനെ ഒരു കുഴിഞ്ഞിങ്ങനെ കിടക്കാറ്. തലയോട്ടി ഇല്ലാത്ത പുള്ളിക്ക് പേടിയായിരുന്നു എങ്ങനെ ശരിയാകുമെന്നുള്ള പേടി. 2ാമത് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാ തലയോട്ടി അങ്ങനെ തിരിച്ചു വെക്കും എന്നുള്ളത്. അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ആള് സുഖമായിട്ട് നടന്ന് മില്ലി പോവുക. എന്താ ഇത്? ഇവിടെ വെറുതെ കട്ടിലെ നിലത്ത് വീണവരുടെ സ്ഥിതി നമുക്കറിയാം. കർത്താവ് മഹാത്ഭുതം. നിങ്ങൾ എന്താ ചെയ്ത്? യേശുനാമം വെച്ച് ബെഡെ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇത് അതിൻ്റെ അവസാനത്തെ പ്രാർത്ഥന മോനോ മോനാണോ ജില്ല? മോൻ്റെ വിശ്വാസം കണ്ടോ?
ഈ ICU കയറി 1 മിനിറ്റ് മറ്റേ കാണാൻ 2 മിനിറ്റ് കാണാൻ പറ്റുള്ളൂ. ഈ സ്ഥിതിയിൽ തലയോട്ടി ഇന്നില്ലാതെ കിടക്കുന്ന സമയത്ത് കാണാത്ര നല്ലതല്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് 2 മിനിറ്റ് വരെ അനുവദിച്ചു. ആ മിനിറ്റ് കൊണ്ട് ഈ മോൻ്റെ വിശ്വാസം കണ്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ വെറുതെ ഇങ്ങനെ ഫ്രീസായിട്ട് നിന്ന് പോവുള്ളൂ, എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയുള്ളൂ. മോൻ അതൊന്നും എന്നൊന്നും പറയുന്നില്ല. മോൻ ആ സമയം കൊണ്ട് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ഉച്ചത്തിൽ അങ്ങോട്ട് വിളിച്ചു, അങ്ങനെ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു തീർന്നതും യേശുവേ സ്തോത്രം എന്ന് രോഗി വിളിച്ച് പറയുക. അതുവരെ രോഗി ഒരു അനക്കം മാത്രമേ ഉള്ളൂ അല്ലേ, അത് മാത്രമായിരുന്നു. അത് പോയിട്ട് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. നോക്കിയേ, മക്കൾക്ക് സമയത്ത് വിശ്വാസം കൊടുത്താൽ ആ വിശ്വാസം കുടുംബത്തിൽ അത്ഭുതം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. കൈ ഉയർത്തി വലിയ ആഹ്ലാദത്തോടെ കൈയടിച്ച് വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വന്നിടുമോ പിന്നെ ഭയം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചാടി എഴുന്നേറ്റ് കുറച്ചു നേരം നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കുട്ടികളും മുതിർന്നവരെല്ലാവരും വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ നാമം ഈ സമയം തന്നെ നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഭവനത്തിലേക്ക് നിറയട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാവാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. കരങ്ങളടിച്ച് കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. അഭിഷേകം നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, എല്ലാ ദുർചിന്തകളും വിട്ടുമാറി പോകട്ടെ. അവിശ്വാസ പീഡകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദുഷ്ടാത്മാവേ ഇപ്പോൾ തന്നെ വിട്ടുമാറി പോവുക. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി. മുന്നിൽ നീ പതറുവതോ മനമേ, കൈകളടിച്ച് കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ, ചെങ്കടൽ മീതെ കൈ നീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈ നീട്ടും നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. കൈകൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. അത്ഭുതത്തിന്റെ ശക്തി, ഉണർവിന്റെ അഭിഷേകം സകല കുടുംബങ്ങളുടെ മേൽ ആവർത്തിക്കട്ടെ. ഉണർവിന്റെ അഭിഷേകം സകല കുടുംബങ്ങളുടെ മേൽ ആവർത്തിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവവചനത്തിന് വേണ്ടി നമുക്ക് തുറക്കാം. യേശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 2017 തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിൽ, സങ്കീർണ സാഹചര്യങ്ങളിൽ അവിടുത്തെ കരത്തിൻ്റെ മറവിൽ മറച്ചു പിടിച്ച് സംരക്ഷിച്ച് ദുരന്തങ്ങളിൽ നിന്നും ഒരുപാട് തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് അവിടുന്ന് നമ്മെ ഇതുവരെയും എത്തിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്നുള്ള വർഷത്തിലും അവിടെ നമുക്ക് നൽകുന്ന ഒരു വെളിപ്പെടുത്തൽ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും അവിടത്തേക്ക് ശ്രദ്ധയുണ്ട് എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൽ 303-ാം ഖണ്ഡികയിൽ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി സഭ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഒരു ഉത്ബോധനമുണ്ട്. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ മുതൽ ലോകത്തിലെയും അതിൻ്റെ ചരിത്രത്തിലെയും മഹാസംഭവങ്ങൾ വരെയുള്ള എല്ലാറ്റിലും ദൈവത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു കിടക്കുന്നു. ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ മുതൽ ലോകത്തിലെ വലിയ സംഭവങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ ഉൾപ്പെടെ ദൈവത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ ശ്രദ്ധയുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം പലതരത്തിലുള്ള കാര്യങ്ങളാൽ ആകുലപ്പെട്ടിരിക്കുകയായിരിക്കും. വരാനിരിക്കുന്ന വർഷത്തിൽ ഇനി എന്ത് ചെയ്യും? അടുത്ത വർഷം വരുമ്പോൾ ഇനി എന്ത് ചെയ്യും? കടബാധ്യതയാണല്ലോ, മക്കളുടെ കല്യാണം നടന്നിട്ടില്ലല്ലോ, ബിസിനസ് ഒന്നും ഗുണം പിടിക്കുന്ന എല്ലാം താഴ്ത്തേക്ക് പോവുകയല്ലോ, അടുത്ത വർഷം എന്ത് ചെയ്യും? പലിശ കൊടുത്ത് മടുത്തില്ല, ഇനി എന്ത് ചെയ്യും? അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം നിമിത്തം ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ പല കാര്യങ്ങളെ ഭയപ്പെട്ട് ഹൃദയം ആകുലങ്ങളാൽ നിറഞ്ഞ് ഭാരപ്പെടുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. വചനത്തിൽ ദൈവപുത്രനായ യേശു സകല കാലത്തുമുള്ള സകല രാജ്യങ്ങളിലുമുള്ള സകല മക്കളെയും അഭിസംബോധന ചെയ്ത് യേശു ക്രിസ്തു ഇങ്ങനെ പ്രസ്താവിക്കുന്നു. സെന്റ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 6 and 7. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. ഭയപ്പെടേണ്ട, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ചരിത്രഗതിയുടെ മേൽ ദൈവത്തിന് നിയന്ത്രണമുണ്ട്. നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവത്തിന് നിയന്ത്രണമുണ്ട്. നമ്മുടെ കടബാധ്യതയുടെ മേൽ, വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിന് മേൽ, ജോലിയില്ലാതെ വിഷമിക്കുന്ന അവസ്ഥയുടെ മേൽ, രോഗമെന്ന് ദുരിതം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിന് മേൽ, സകലത്തിൻ്റെ മേലും ദൈവത്തിന് അധികാരവും നിയന്ത്രണമുണ്ട്. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് ഒന്നിനും പോവുക സാധ്യമല്ല. ഒന്നുച്ചതിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ശത്രുക്കളുടെ പീഡകൾ നിമിത്തം മനം തകർന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം. നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തവർ, നിങ്ങൾക്കെതിരെ മനഃപൂർവ്വം നീങ്ങുന്നവർ, ഗൂഢസംഘങ്ങൾ, ദുഷ്ടമായ അവസ്ഥകളിൽ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ മേലും ദൈവത്തിന് അധികാരമുണ്ട്.
ഏത് ക്ഷണം വേണമെങ്കിലും ദൈവശക്തി വ്യാപരിച്ച് ഇപ്പോഴത്തെ അവസ്ഥ മാറും. യെശയ്യായുടെ പുസ്തകത്തിൽ 51 അധ്യായം 12, 13 തിരുലിഖിതങ്ങൾ. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, മരണമുള്ള മനുഷ്യനെയും തൃണസദൃശനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ചെയ്ത നിന്റെ സ്രഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകൻ്റെ ക്രോധത്തെക്കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നത് എന്തിന്? നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം കരുക്കൾ നീക്കി ഗൂഢസംഘങ്ങളായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നിന്റെ ശത്രുക്കളെക്കുറിച്ച് നീ എന്തിനു ഭയപ്പെടുന്നു? വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലൻ, കർത്താവേ കർത്താവേ രക്ഷിക്കണേ. പത്രോസ് അപ്പോസ്തലൻ വെള്ളത്തിൽ താഴുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി കൈകൾ നീട്ടി. ഉടനെ യേശു പറഞ്ഞു, അല്പവിശ്വാസി, നീ എന്തിനു ഭയപ്പെടുന്നു? പ്രിയപ്പെട്ട ദൈവ പൈതലേ, പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ നീ എന്തിനു ഭയപ്പെടുന്നു? ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുന്നു. നീ എന്തിനു ഭയപ്പെടുന്നു? നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞോ? ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിവാഹം നടക്കാത്ത കാര്യത്തെക്കുറിച്ചാണെങ്കിലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കല്യാണം കഴിച്ച് അനേക വർഷങ്ങളായി മക്കളില്ലാത്ത ദുഃഖം, അതുമല്ലെങ്കിൽ വിദേശത്ത് പോയി എന്നാൽ PR ശരിയാകുന്നില്ല, ജോലി ശരിയാകുന്നില്ല, അല്ലെങ്കിൽ RN പാസ്സാകുന്നില്ല, IELTS പാസ്സാകുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലേ കയറുന്നില്ല, തോറ്റുപോവുകയേ ഉള്ളൂ, ഈ വർഷം ഞാൻ എന്തു ചെയ്യും? ഇങ്ങനെ കാവലപ്പെട്ടിരിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ കർത്താവ് എന്നെയും നിങ്ങളെ സ്പർശിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, നിന്റെ സ്രഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ? എന്താ ഈ കർത്താവിൻ്റെ പ്രത്യേകത? 139 സങ്കീർത്തനത്തിൽ 2-ാമത്തെ തിരുലിഖിതം വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ വെച്ച് തന്നെ മനസ്സിലാക്കുന്നു. 2018 ആണ്ടിനെ കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ വെച്ച് തന്നെ മനസ്സിലാക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അവിടുത്തെ സന്നിധിയിൽ ഈ ഒരു വർഷത്തെ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞ് അടുത്തൊരു വർഷത്തെ നമുക്ക് തന്ന കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാം. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവ്വലോകത്തിൻ്റെ മേലും അധികാരമുള്ള സർവാധിപനായ കർത്താവിൻ്റെ മുമ്പിലാണിപ്പോൾ നാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളുടെ മേലും അവിടത്തേക്ക് അധികാരമുണ്ട്. ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് അവിടുന്ന്. ഈ സമയം നമുക്ക് 2 കരങ്ങൾ ഉയർത്താം. എല്ലാ ഹൃദയഭാരങ്ങളും ആകുലങ്ങളും ടെൻഷനും എല്ലാ അവസ്ഥകളും അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സങ്കീർത്തന പുസ്തകം 55-ാം അധ്യായം 22-ാം തിരുലിഖിതം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. 2 കരങ്ങൾ ഉയർത്തി സർവകാര്യങ്ങൾ അവിടുത്തെ മേൽ ഏൽപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ? ചെങ്കടലിന്റെ മുന്നിൽ നീ പതറുവതോ മനമേ?
ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. ചെങ്കടൽ മീതെ കൈനീട്ടു നിന്റെ ദൈവം ഇറങ്ങി വരും, വഴികൾ തുറന്നു തരും. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. എല്ലാ ദൈവമക്കളും ഇടത്തോട്ട് വലത്തോട്ട് കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി പാടി ആരാധിക്കുന്നു. ഓ യേശുവേ, ജീവിതത്തിലെ എല്ലാ നിസ്സഹായ അവസ്ഥയിലേക്കും തളർന്ന അവസ്ഥയിലേക്കും വേദനിക്കുന്ന അവസ്ഥയിലേക്കും എഴുന്നള്ളി വരണമേ. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ. ആഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ആഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. ഈ സമയം സർവത്തിൻ്റെയും അധിപതിയായ ദൈവം അവിടുന്ന് കരങ്ങൾ നീട്ടി നമ്മുടെ ഭവനങ്ങളെ എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രവർത്തന മേഖലയും അനുഗ്രഹിക്കട്ടെ. സാധിക്കുന്നവരെല്ലാം മുട്ടുകുത്തി 2017 എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുക. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. എല്ലാ കുട്ടികളും അടുത്ത വർഷം നല്ലൊരു അധ്യയന വർഷം ആഗ്രഹിക്കുക. വിദ്യാഭ്യാസ മേഖലകളുടെ തടസ്സങ്ങളെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുട്ടികളും കൈകൾ ഉയർത്തിപ്പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. രോഗികൾ ഇപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഈശോയിലേക്ക് നോക്കി യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. എത്രമാത്രം ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗങ്ങൾ സൗഖ്യപ്പെടാൻ ഇപ്പോൾ ഈശോ കൃപ ചൊരിയുന്നതായി വെളിപ്പെടുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ. കൈകൾ ഉയർത്തി സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ,